السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാനരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, പരിശുദ്ധ ഖുർആനിലെ 269 പേജാണ് ഇന്ന് റൈഹാൻ ഖുർആൻ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. അള്ളാഹു നമ്മുടെ സംഗമം സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യട്ടെ. നമ്മൾ ദുആ ചെയ്യാൻ കടപ്പെട്ട എല്ലാ ആളുകൾക്കും, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മുഫസ്സിരിങ്ങൾ, പണ്ഡിതന്മാർ, ഈ ക്ലാസ് കേൾക്കുന്നവർ, പിന്നീട് റെഫർ ചെയ്യുന്നവർ, ഇതിനോട് അധ്വാനിക്കുന്നവർ, എല്ലാവർക്കും അള്ളാഹു തആല രണ്ട് ലോകത്തും ഖൈർ പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ 269 പേജിൻ്റെ പാരായണമാണ് നിർവഹിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅൽഖാ ഫിൽ അർളി റവാസിയ അൻ തമീദ ബികും വഅൻഹാറൻ വസുബുലൻ ലഅല്ലകും തഹ്തദൂൻ. وعلامات وبالنجم هم يهتدون. أفمن يخلق كمن لا يخلق أفلا تذكرون. وإن تعدوا نعمة الله لا تحصوها إن الله لغفور رحيم. والله يعلم ما تسرون وما تعلنون. والذين يدعون من دون الله لا يخلقون شيئا وهم يخلقون. أموات غير أحياء وما يشعرون أيان يبعثون. إلهكم إله واحد فالذين لا يؤمنون بالآخرة قلوبهم منكرة وهم مستكبرون. لا جرم أن الله يعلم ما يسرون وما يعلنون إنه لا يحب المستكبرين. وإذا قيل لهم ماذا أنزل ربكم قالوا أساطير الأولين. ليحملوا أوزارهم كاملة يوم القيامة ومن أوزار الذين يضلونهم بغير علم ألا ساء ما يزرون. قد مكر الذين من قبلهم فأتى الله بنيانهم من القواعد فخر عليهم السقف من فوقهم وأتاهم العذاب من حيث لا يشعرون. صدق الله العلي العظيم. പരിശുദ്ധ ഖുർആനിലെ 269 പേജ്, അതായത് അധ്യായം 16 സൂറത്തുൻ നഹ്ലിലെ 15 മുതൽ 26 വരെയുള്ള 11 ആയത്തുകളാണ് നമ്മൾ ഓതി വെച്ചത്. 269 പേജ് 14ാമത്തെ ജുസ്. നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. അള്ളാഹുവിൻ്റെ ഏകത്വവും മഹത്വവും നമുക്ക് അള്ളാഹു ചെയ്തുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളും ഓർമ്മിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ് കഴിഞ്ഞ പേജിൽ അവസാന ഭാഗത്ത് നമ്മൾ പറഞ്ഞത്. ആടുമാട് ഒട്ടകങ്ങളെക്കുറിച്ച് പറഞ്ഞു. കുതിര, കഴുത, കോവർ കഴുത എന്നിവ സവാരി ചെയ്യാനുള്ള വാഹനങ്ങളാക്കി സൃഷ്ടിച്ചു തന്നതിനെക്കുറിച്ച് പറഞ്ഞു. ആ മൃഗങ്ങൾ മുഖേന സ്വാഭാവികമായും ഉണ്ടാകുന്ന അലങ്കാരങ്ങളെക്കുറിച്ചും ഭംഗിയെക്കുറിച്ചും പറഞ്ഞു. മഴ വർഷിച്ചു തരുന്ന കാര്യം, മഴ മൂലം കൃഷി ഉണ്ടാകുന്നത്, ഒലിവ് മരങ്ങൾ, ഈത്തപ്പന, മുന്തിരിവള്ളി, ഇങ്ങനെ പല പഴവർഗ്ഗങ്ങളും ഉൽപ്പാദിപ്പിച്ചു തരുന്ന കാര്യങ്ങൾ പറഞ്ഞു. രാപ്പകലുകളും സൂര്യചന്ദ്രന്മാരെയും ഒക്കെ മനുഷ്യന് വിധേയമാക്കി തന്ന കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം സമുദ്രങ്ങളെക്കുറിച്ച് പറഞ്ഞു. അതിൽ വ്യത്യസ്ത സമ്പത്തുകളെക്കുറിച്ച് പറഞ്ഞു. ജലഗതാഗതം സംവിധാനിച്ചു തന്നതിനെക്കുറിച്ച് പറഞ്ഞു. അനേക ലക്ഷം ആളുകൾ സമുദ്രവുമായി ബന്ധപ്പെട്ട് ഉപജീവനങ്ങൾ തേടുന്ന വിഷയങ്ങൾ നമ്മൾ പറഞ്ഞു. ഇങ്ങനെ സമുദ്രവുമായി ബന്ധപ്പെട്ട ചില അനുഗ്രഹങ്ങൾ പറഞ്ഞ ശേഷം ഇനി കരയിലും അന്തരീക്ഷത്തിലുമായി നൽകിയ ചില അനുഗ്രഹങ്ങളെ കൂടി അള്ളാഹു തആല പറയുകയാണ്. 15ാമത്തെ ആയത്ത് നോക്കാം. ഒരു എത്തും പിടിയുമില്ലാതെ, ഒരു പ്രത്യേക പിടിയോ ബന്ധനമോ ഇല്ലാതെ ഈ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ഭൂമി, അതിലെ നിവാസികൾ സഹിതം ചെരിഞ്ഞോ മറിഞ്ഞോ തെറിച്ചോ പോകാതിരിക്കാൻ വേണ്ടി സമുദ്രത്തിൽ കപ്പലുകൾ നങ്കൂരമിട്ട് ഉറപ്പിച്ചു നിർത്തുന്നത് പോലെ ഭാരമേറിയ പർവ്വതങ്ങൾ വഴി അല്ലാഹു തആല ഈ ഭൂമിയെ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നു. ഭൂമി കറങ്ങുന്നുണ്ട്.
അല്ലേ? ഭൂമിയിൽ നിവാസികളായ നമ്മളെപ്പോലെയുള്ള ആളുകളുണ്ട്. അവർക്കൊന്നും ഒരു പ്രയാസവും പറ്റാതെ ഭൂമി ആടി ഉലയാതിരിക്കാൻ വലിയ പർവ്വതങ്ങൾ ആണികളെ പോലെ സംവിധാനിച്ച് ഭൂമി അല്ലാഹു ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്നു. അതേപോലെ ആ ഭൂമിയിൽ നദികൾ ഒഴുക്കി തന്നിരിക്കുന്നു, സഞ്ചരിക്കാനുള്ള വഴികൾ ഉണ്ടാക്കി തന്നിരിക്കുന്നു. എത്രയെത്ര തരത്തിലുള്ള ട്രാൻസ്പോർട്ടേഷൻ മീൻസ്, അതായത് ഗതാഗത സംവിധാനങ്ങളാണ് ഈ വഴികളിലൂടെയൊക്കെ നടക്കുന്നത്. കിലോമീറ്ററുകൾ ദൂരത്ത് എവിടെ നിന്നോ ഉത്ഭവിച്ച് മലയും കാടും പാറക്കെട്ടും താണ്ടി വളഞ്ഞു പുളഞ്ഞൊഴുകി വരുന്ന പുഴകൾ, നദികൾ, അതേപോലെ കുടിക്കാനും കുളിക്കാനും ഉപയോഗിക്കുന്ന വെള്ളമുള്ള ഇത്തരം സ്രോതസ്സുകൾ, കൃഷിക്കും ഗതാഗതത്തിനും വ്യവസായത്തിനും ഉപയോഗിക്കുന്ന നമ്മൾ ഈ വെള്ളം, മത്സ്യബന്ധനത്തിനും വിദ്യുത് ശക്തി ഉൽപ്പാദനത്തിനും ഒക്കെ ഈ വെള്ളം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതേപോലെ തന്നെ സഞ്ചാരയോഗ്യമായ എത്ര വഴികളാണ് അല്ലാഹു തആല സംവിധാനിച്ചു തന്നത്. നാട്ടിലൂടെ സഞ്ചരിക്കാം, കാട്ടിലൂടെ സഞ്ചരിക്കാം, സമതലത്തിലൂടെ, കുന്നുകളിലൂടെ, കുഴികളിലൂടെ, വെള്ളത്തിലൂടെ, വായുവിലൂടെ, എല്ലായിടത്തുകൂടെയും സഞ്ചരിക്കാൻ പറ്റുന്ന പലതരം വഴികൾ അല്ലാഹു തആല ഏർപ്പെടുത്തി തന്നിട്ടുണ്ട്. ഇതാണ് 15-ാമത്തെ ആയത്ത് പറയുന്നത്. നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽഖാ ഫിൽ അർളി റവാസിയ അൻ തമീദ ബിക്കും വഅൻഹാറൻ വസുബലൻ ലഅല്ലകും തഹ്തദൂൻ. വൽഖാ ഫിൽ അർളി, അല്ലാഹു തആല ഭൂമിയിൽ സ്ഥാപിച്ചിരിക്കുന്നു. അൽക്ക എന്ന് പറഞ്ഞാൽ ഇട്ടിരിക്കുന്നു എന്നാണ് ശരിക്കർത്ഥം. ഇവിടെ അർത്ഥം സ്ഥാപിച്ചിരിക്കുന്നു. എന്തിനെയാണ് സ്ഥാപിച്ചത്? റവാസിയ, ഉറച്ച പർവ്വതങ്ങളെ. എന്തിനാണ് അത് സ്ഥാപിച്ചത്? അന്തമീദ ബിക്കും, ആ ഭൂമി നിങ്ങളെയും കൊണ്ട് ചെരിയാതിരിക്കാൻ, ആ ഭൂമി നിങ്ങളെയും കൊണ്ട് ആടിയുലയാതിരിക്കാൻ ഉറച്ച പർവ്വതങ്ങളെ അല്ലാഹു തആല അതിൽ സ്ഥാപിച്ചിരിക്കുന്നു. പിന്നെന്തും വഅൻഹാറൻ, നദികളെയും സംവിധാനിച്ചിരിക്കുന്നു, സ്ഥാപിച്ചിരിക്കുന്നു. വസുബുലൻ, വഴികളെയും. ലഅല്ലകും തഹ്തദൂൻ, നിങ്ങൾ ഉദ്ദിഷ്ട സ്ഥാനങ്ങളിൽ എത്തിച്ചേരാൻ വേണ്ടി. അപ്പോൾ വൽഖാ ഫിൽ അർളി റവാസിയ അൻ തമീദ ബിക്കും വഅൻഹാറ, നിങ്ങളെയും കൊണ്ട് പ്രകമ്പിതമാകാതിരിക്കാൻ. അന്തമീത ബിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളെയും കൊണ്ട് ചാഞ്ഞു ചെരിയാതിരിക്കാൻ, ആടിയുലാതിരിക്കാൻ, അല്ലെങ്കിൽ നിങ്ങളെയും കൊണ്ട് പ്രകമ്പിതമാകാതിരിക്കാൻ, ചാഞ്ഞു പോകാതിരിക്കാൻ അല്ലാഹു തആല ഭൂമിയിൽ റവാസിയ, ഉറച്ച പർവ്വതങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു. വഅൻഹാറൻ വസുബലൻ, പുഴകളും പാതകളും ഉണ്ടാക്കിയിരിക്കുന്നു അവൻ. എന്തിന്? ലഅല്ലകും തഹ്തദൂൻ, നിങ്ങൾക്ക് വഴി മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉദ്ദിഷ്ട സ്ഥാനങ്ങളിൽ എത്തിച്ചേരാൻ. അപ്പോൾ നിങ്ങളെയും കൊണ്ട് ഭൂമി ചെരിയാതിരിക്കാനാണ്, ഉലയാതിരിക്കാനാണ് പർവ്വതങ്ങൾ സൃഷ്ടിച്ചത് എന്നാണ് അല്ലാഹു തആല പറയുന്നത്. ഈ കാര്യം വേറെയും പല സൂറത്തുകളിലും പറയുന്നുണ്ട്. സൂറത്തുൽ നാസിയാത്ത് 32-ൽ, സൂറത്തുൽ ലുഖ്മാൻ 10-ൽ, സൂറത്തുൽ അംബിയ 31-ൽ ഒക്കെ ഈ വിഷയം പറയുന്നുണ്ട്. ഇത് സംബന്ധമായി ഇന്ന് ആധുനിക ശാസ്ത്രലോകത്ത് കൃത്യവും വിസ്തൃതവുമായ പഠനങ്ങൾ ലഭ്യമല്ല എങ്കിലും മൊത്തത്തിൽ ഈ ഒരു വിഷയം സയൻസും സമ്മതിക്കുന്നുണ്ട്. മോറിസ് ബുക്കായി എഴുതുന്നുണ്ട്, ആധുനിക ജിയോളജിസ്റ്റുകൾ പറയുന്നതിനനുസരിച്ച് ഭൂമിയുടെ മടക്കുകൾ, ഭൂമിയുടെ ലെയേഴ്സ്, അതിൻ്റെ ദൈർഘ്യം 1 മുതൽ 10 വരെ കിലോമീറ്ററുകളുണ്ടാവും. ആ മടക്കുകൾ പർവ്വതങ്ങൾക്ക് അസ്ഥിവാരം നൽകുന്നുണ്ട്. ഭൂമിയുടെ പുറന്തോടിൻ്റെ ഉറപ്പ് ഈ മടക്കുകളുടെ പ്രതിഭാസത്താൽ ഉണ്ടാകുന്നതാണ്. അത് മൊത്തത്തിൽ ഈ വിഷയം സയൻസ് സംബന്ധിച്ചിട്ടുണ്ട് എന്നർത്ഥം. 16-ാമത്തെ ആയത്തിലേക്ക് കടക്കാം. വഴികൾ കണ്ടുപിടിക്കാനും മനസ്സിലാക്കാനും മറ്റു പല അടയാളങ്ങളും അല്ലാഹു സംവിധാനിച്ചിട്ടുണ്ട് എന്നാണ് ഇനി പറയുന്നത്. നേരത്തെ വഴികൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞു, നിങ്ങൾക്ക് ലക്ഷ്യസ്ഥാനം എത്തിച്ചേരാൻ വഴികൾ ഉണ്ടാക്കി. ഇനി ആ വഴികൾ കണ്ടുപിടിക്കാനും അത് മനസ്സിലാക്കാനും വേറെ പല അടയാളങ്ങളും അല്ലാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. അതായത് വഴി തെറ്റാതെ ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്താൻ ദൂരവും സ്ഥാനവും നിർണ്ണയിക്കാനൊക്കെ വേണ്ടി ഓരോ തരം വഴികൾക്കും അല്ലാഹു തആല ചില അടയാളങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കുന്നും കുഴിയും വയലും പറമ്പും പാറയും മണലും മണ്ണും മരവും ചെരിവും, ഇങ്ങനെ എത്ര അടയാളങ്ങളാണ് ഓരോ വഴിക്കുമുള്ളതല്ലേ യാ അല്ലാഹ്. അതേപോലെ വിശാലമായ മരുഭൂമിയിലോ സമുദ്രത്തിലോ ഒക്കെ യാത്ര ചെയ്യുന്ന ആളുകൾ അടയാളങ്ങളില്ലാത്തത് കൊണ്ടോ ഇരുട്ടുകൊണ്ടോ ദിശകൾ അറിയാതെ പ്രയാസപ്പെടുന്ന സമയത്ത് അവർക്ക് നക്ഷത്രങ്ങളുടെ സ്ഥാനവും ഗതിയും നോക്കി ദിക്കുകളും സമയവും കണക്കാക്കാൻ കഴിയും. ഇതും അല്ലാഹുവിൻ്റെ അനുഗ്രഹമാണ്. ഇതൊന്നും സ്വയം അങ്ങുണ്ടായതല്ല, മനുഷ്യരോ മറ്റോ ഉണ്ടാക്കി സംവിധാനിച്ച് വെച്ചതുമല്ല. ഇത് അള്ളാഹുവിൻ്റെ മാത്രം സൃഷ്ടിയാണ്, അള്ളാഹുവിൻ്റെ മാത്രം വ്യവസ്ഥകളാണ്. നോക്കൂ 16-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅലാമാതി വബിന്നജ്മി ഹും യഹ്തദൂൻ. വഅലാമാത്, മറ്റു പല വഴിയടയാളങ്ങളും അള്ളാഹു ഉണ്ടാക്കി. നേരത്തെ പറഞ്ഞ ആയത്തിനോട് ചേർത്ത് കൊടുക്കുക.
വഅലാമാത്തിൻ മറ്റു പല വഴി അടയാളങ്ങളും അള്ളാഹു ഉണ്ടാക്കി. പിന്നെ ഒബിൻ നജ്മി നക്ഷത്രങ്ങൾ മുഖേനയും ഹും അവർ യഹ്തദൂൻ വഴി കണ്ടെത്തുന്നുണ്ട്. നക്ഷത്രങ്ങൾ മുഖേനയും അവർ വഴി കണ്ടെത്തുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ സമുദ്രത്തിലോ മരുഭൂമിയിലൊക്കെ പെട്ടുപോയാൽ. ഇമാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇവിടെ പറയുന്നുണ്ട്, പകലിൽ കാണാൻ കഴിയുന്ന വഴിയടയാളങ്ങളാണ് ഇവിടെ പറഞ്ഞ അലാമാത്ത് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം. പകലിൽ കാണാൻ കഴിയുന്ന വഴിയടയാളങ്ങൾ. രാത്രികാലങ്ങളിൽ നക്ഷത്രങ്ങൾ മുഖേനയും വഴി മനസ്സിലാക്കാം. അപ്പോൾ പകലും രാത്രിയും വഴികൾ മനസ്സിലാക്കാനുള്ള സംവിധാനം അല്ലാഹു തആല ചെയ്തു തന്നു. ഇനി 17-ാമത്തെ ആയത്ത് നോക്കാം. എല്ലാവർക്കും സുപരിചിതമായ ഈ നിത്യസത്യങ്ങൾ ഓർമ്മിപ്പിച്ചതിന് ശേഷം ഇനി അല്ലാഹു തആല ചോദിക്കുകയാണ്, മേൽ പറഞ്ഞ വസ്തുതകളൊക്കെ സൃഷ്ടിച്ച് സംവിധാനിച്ച അള്ളാഹുവും ഒരു അണുപോലും സൃഷ്ടിക്കാൻ കഴിയാത്തവരും എങ്ങനെ സമമാകും? ഒരിക്കലും സമമാകില്ലല്ലോ. അതായത് ഇവർ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന, ബഹുദൈവ വിശ്വാസികൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ബിംബങ്ങൾക്ക് എന്തെങ്കിലും സൃഷ്ടിക്കാൻ കഴിയുമോ? ഇല്ല. അപ്പോൾ പിന്നെ ആ വിഗ്രഹങ്ങളെ അള്ളാഹുവിൻ്റെ പങ്കുകാരനോ സമാനനോ ആക്കി വെച്ച് ആരാധിക്കുന്നത് എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും? നിങ്ങളെന്താ തീരെ ആലോചിക്കുന്നില്ലേ? ഇതാണ് അല്ലാഹു തആല ചോദിക്കുന്നത്. 17-ാമത്തെ ആയത്ത് നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അഫമൻ യഖ്ലുഖു കമൻ ലാ യഖ്ലുഖു അഫലാ തദക്കറൂൻ. അഫമൻ യഖ്ലുഖു, അപ്പോൾ സൃഷ്ടികർമ്മം നിർവഹിക്കുന്ന അള്ളാഹു ഖമൻ ഒരാളെ പോലെയാണോ? ലാ യഖ്ലുഖു യാതൊന്നും പടച്ചുണ്ടാക്കാനാകാത്തവനെ പോലെ, അതായത് ബിംബങ്ങളെ പോലെയാണോ? എന്നാൽ സൃഷ്ടികർമ്മം നിർവഹിക്കുന്ന അള്ളാഹു യാതൊന്നും പടച്ചുണ്ടാക്കാനാകാത്ത ബിംബങ്ങളെ പോലെയാണോ? അതാണ് ചോദ്യം. അഫലാ തദക്കറൂൻ, എന്താണ് നിങ്ങൾ വസ്തുതകൾ ആലോചിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാത്തത്? എന്താ നിങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കാത്തത്? മനുഷ്യന് അല്ലാഹു തആല വിശേഷ ബുദ്ധി നൽകിയിട്ടുണ്ട്. അത് വസ്തുതകൾ ചിന്തിച്ച് മനസ്സിലാക്കാനാണ്. മണ്ണുകൊണ്ടോ ലോഹം കൊണ്ടോ താൻ തന്നെ നിർമ്മിച്ചുണ്ടാക്കിയ നിർജീവമായ വസ്തുവിന് ബുദ്ധിയുള്ള മനുഷ്യൻ ആരാധിക്കുക, ഇത് വിഡ്ഢിത്തമല്ലേ? ഈ ബിംബങ്ങൾ എന്തെങ്കിലും സൃഷ്ടിക്കുന്നുണ്ടോ? ഈ ബിംബങ്ങളെ തന്നെ വേറെ ആൾക്കാരെ സൃഷ്ടിച്ചിട്ട് വേണം ഉണ്ടാവാൻ. ഈ അനുഗ്രഹങ്ങളെല്ലാം മനുഷ്യന് വേണ്ടി റെഡിയാക്കി വെച്ചത് അല്ലാഹു തആലയാണ്. എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ഓരോന്നും അവൻ സൃഷ്ടിച്ചിട്ടുള്ളത് അല്ലേ? ഓരോ കാര്യങ്ങളും ഇപ്പം അങ്ങനെ പറഞ്ഞില്ലേ? എന്നിട്ടും ആ സ്രഷ്ടാവിനെ ധിക്കരിച്ച് ഒരു മണൽത്തരി പോലും പടക്കാൻ കഴിയാത്ത ബിംബങ്ങളെയാണ് മുശ്രിക്കുകൾ ആരാധിക്കുന്നത്. കഷ്ടം തന്നെ. 18-ാമത്തെ ആയത്ത് നോക്കാം. മുകളിൽ പറഞ്ഞ അനുഗ്രഹങ്ങൾ മാത്രമാണോ അല്ലാഹു തആല നിങ്ങൾക്ക് ചെയ്തു തന്നത്? അല്ല, ഒരിക്കലുമല്ല. ആ അനുഗ്രഹങ്ങളൊന്നും എണ്ണിത്തിട്ടപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയുകയേ ഇല്ല. കുറച്ചെണ്ണം മേലെ പറഞ്ഞു എന്ന് മാത്രം. എണ്ണിയാലൊടുങ്ങാത്ത ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാതെ തോന്നിയതുപോലെ ജീവിച്ചിട്ടും ഉടനടി അല്ലാഹു തആല ശിക്ഷാ നടപടി എടുക്കുന്നില്ല. അതേപോലെ നിങ്ങൾ ഒരുപാട് തെറ്റ് ചെയ്തിട്ടും നിങ്ങൾ പശ്ചാത്തപിച്ച് മടങ്ങിയാൽ, ഈവൻ നിങ്ങൾ ശിർക്കിൽ തന്നെയാണെങ്കിൽ പോലും ആ ശിർക്കിൽ നിന്ന് നിങ്ങൾ മാറി തൗഹീദിലേക്ക് നിങ്ങൾ വന്നാൽ അള്ളാഹു നിങ്ങളെ സ്വീകരിക്കുന്നതും പശ്ചാത്താപം സ്വീകരിക്കുന്നതും ഒക്കെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ടാണ്. അവൻ ദോഷം പൊറുക്കുന്നവനായതുകൊണ്ടാണ്, കരുണാനിധി ആയതുകൊണ്ടാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. 118-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഇൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹാ ഇന്നല്ലാഹ ലഗഫൂറുർ റഹീം. വഇൻ തഉദ്ദു, നിങ്ങൾ എണ്ണി നോക്കുകയാണെങ്കിൽ, നിഅമത്തല്ലാഹി അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണി നോക്കുകയാണെങ്കിൽ, ലാ തുഹ്സൂഹാ അത് നിങ്ങൾക്ക് തിട്ടപ്പെടുത്താൻ കഴിയില്ല, എണ്ണിക്കണക്കാക്കാൻ കഴിയില്ല. ഇന്നല്ലാഹ തീർച്ചയായും അല്ലാഹു തആല ലഗഫൂറുൻ ഏറെ പൊറുക്കുന്നവനും റഹീമുൻ കരുണാമയനും തന്നെയാണ്. സൂറത്ത് ഇബ്രാഹീമിലും 34-ാം ആയത്തിൽ, സൂറത്ത് ഇബ്രാഹിം 34-ാം ആയത്തിൽ നമ്മൾ ഈ വിഷയം മുമ്പ് വിശദമായി പഠിച്ചിട്ടുണ്ട് അല്ലേ? അവിടെ പറഞ്ഞത് എന്താണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വആതാകും മിൻ കുല്ലി മാ സഅൽതുമു വഇൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹാ ഇന്നൽ ഇൻസാന ലളൂമുൻ കഫാർ. നിങ്ങൾക്ക് അവൻ ചോദിച്ചതൊക്കെ തന്നിട്ടുണ്ട്. അതിൻ്റെ ആശയൊക്കെ നമ്മൾ വളരെ വിശദമായി അവിടെ വിശദീകരിച്ചിരുന്നു അല്ലേ? ചോദിച്ചതും ചോദിക്കാത്തതും അധികം നമുക്ക് കിട്ടിയത് ചോദിക്കാത്തതാണ്. എന്നിട്ട് പറയാം വഇൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹാ. അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ എണ്ണിക്കണക്കാക്കാൻ പുറപ്പെട്ടാൽ അതിന് കയ്യും കണക്കുണ്ടാവില്ല, നിങ്ങൾക്ക് കണക്കാക്കാൻ കഴിയില്ല. എന്നിട്ടും മനുഷ്യൻ കൃതജ്ഞനായി ധിക്കാരിയായി ജീവിക്കുകയാണ്. അള്ളാഹു നമുക്ക് നല്ല ബോധം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. 19-ാമത്തെ ആയത്തിലേക്ക് കിടക്കാം. നിങ്ങളിങ്ങനെ തോന്നിയതുപോലെ ജീവിക്കുന്നത്, അല്ലെങ്കിൽ ധിക്കാരികളായി ജീവിക്കുന്നത് അള്ളാഹു തആല അറിയുന്നില്ല എന്നൊന്നും നിങ്ങൾ കരുതണ്ട. അള്ളാഹു എല്ലാം അറിയുന്നുണ്ട്, എല്ലാം കണ്ടും കേട്ടും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്.
എല്ലാറ്റിനും ഒരു നിശ്ചിത സമയത്ത് തക്ക പ്രതിഫലം നൽകുകയും ചെയ്യും. 19-ാമത്തെ ആയത്ത് നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലാഹു യഅലമു മാ തുസിറൂന വമാ തുഅ്ലിനൂൻ. വല്ലാഹു, തീർച്ചയായും അല്ലാഹു തആല, യഅലമു, അവൻ അറിയുന്നു, മാ തുസിറൂന, നിങ്ങൾ രഹസ്യമാക്കുന്നതും, മാ തുഅ്ലിനൂന, നിങ്ങൾ പരസ്യമാക്കുന്നതും. അപ്പോൾ ആർക്കാണോ മനുഷ്യന്മാർ ആരാധനകൾ അർപ്പിക്കുന്നത് അത് ശരിയായ ദൈവമാകണം എന്നതൊരു വസ്തുതയാണ്. ആ ആരാധിക്കുന്ന ആളുകൾ, ആരാധിക്കപ്പെടുന്ന വസ്തുക്കൾ അത് ശരിയായ ആരാധ്യരായിരിക്കണം. ഈ അണ്ടകടാഹത്തിൽ, ഈ പ്രപഞ്ചത്തിൽ ശരിയായ ഒരൊറ്റ ആരാധനയുള്ളൂ, അത് അള്ളാഹുവാണ്. ആ അള്ളാഹുവാണ് മേൽപ്പറഞ്ഞതടക്കമുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ, എണ്ണിക്കണക്കാക്കാൻ കഴിയാത്ത അത്രയും അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. പാപങ്ങളും കുറ്റകൃത്യങ്ങളും മനുഷ്യനിൽ നിന്ന് വന്നുപോയാൽ തന്നെ മാപ്പ് ചെയ്യുകയും പുറത്തു കൊടുക്കുകയും ചെയ്യുന്ന കരുണാമയനായ അള്ളാഹുവാണവൻ. എല്ലാ രഹസ്യങ്ങളും പരസ്യങ്ങളും ഒരുപോലെ അറിയുന്ന സർവജ്ഞനാണവൻ. ഈ മഹാശക്തിക്ക് മുമ്പിൽ നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ജീവനില്ലാത്ത, നിങ്ങൾ തന്നെ പടച്ചുണ്ടാക്കിയ, ഒന്നും പടച്ചുണ്ടാക്കാൻ കഴിയാത്ത വിഗ്രഹങ്ങൾക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? ഇതാണ് അള്ളാഹു ചോദിക്കുന്നത്. 20-ാമത്തെയും 21-ാമത്തെയും ആയത്തിലേക്ക് കടക്കാം. ബഹുദൈവാരാധനയുടെ അർത്ഥശൂന്യതയും പരദൈവങ്ങൾക്ക് അതിനുള്ള അനർഹതയും വിവരിക്കുകയാണ് ഇനി അള്ളാഹു തആല. ആരാധനയിൽ അള്ളാഹുവിൻ്റെ സ്ഥാനത്തേക്ക് ബിംബങ്ങളെ ഉയർത്തി വെച്ച ആളുകളുടെ ബുദ്ധിശൂന്യത ഒന്നുകൂടെ മനസ്സിലാക്കി തരികയാണ്. ഇതിനു മുമ്പ് പറഞ്ഞതും പറയാത്തതുമായ എല്ലാ വസ്തുക്കളെയും അള്ളാഹു തആല സൃഷ്ടിച്ചു. അതേസമയം ഇവർ ആരാധിക്കുന്ന ബിംബങ്ങളോ ഒന്നും സൃഷ്ടിക്കുന്നില്ല എന്ന് മാത്രമല്ല, അതിനെ തന്നെ മറ്റുള്ള ആളുകൾ ഉണ്ടാക്കിയിട്ട് വേണം. മാത്രമല്ല അതെല്ലാം ജീവനില്ലാത്ത വസ്തുക്കളുമാണ്. മനുഷ്യർക്ക് പരലോകത്ത് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടെന്നോ തൻ്റെ ആരാധകന്മാർ എപ്പോഴാണ് ഖബറുകളിൽ നിന്ന് എഴുന്നേൽക്കപ്പെടുക എന്നോ ഒന്നും ഈ ബിംബങ്ങൾക്കറിയില്ല. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്നിരിക്കെ ഇത്രയും നിന്ദ്യവും നിസ്സാരവുമായ, ഒന്നിനും കഴിയാത്ത, ഒന്നും അറിയാത്ത ഈ നിർജീവ വസ്തുക്കൾ ആരാധിക്കുന്നത് മഹാബുദ്ധിശൂന്യതയല്ലേ? സാമാന്യ ബുദ്ധി പോലെ ഇതൊക്കെ മനസ്സിലാക്കാൻ. 20-ാമത്തെ ആയത്ത് നോക്കൂ. 20-ഉം 21-ഉം ആയത്തുകൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹി ലാ യഖ്ലുഖൂന ശൈഅൻ വഹും യഖ്ലഖൂൻ അംവാതുൻ ഗൈറു അഹ്യാഇൻ വമാ യശ്ഉറൂന അയ്യാന യുബ്അസൂൻ. വല്ലദീന യദ്ഊൻ, വല്ലദീന ഒരു വിഭാഗം ആളുകൾ, യദ്ഊന അവർ ആരാധിച്ചു കൊണ്ടിരിക്കുന്നു, മിൻ ദൂനില്ലാഹി അല്ലാഹുവിനെയല്ലാതെ, അള്ളാഹുവിനെ കൂടാതെ അവർ എന്തിനെയെല്ലാം ആരാധിച്ചു കൊണ്ടിരിക്കുന്നുണ്ടോ, ലാ യഖ്ലുഖൂന ശൈഅൻ, അവ ഒരു വസ്തുവും പടച്ചുണ്ടാക്കുന്നില്ല. ഈ മുശ്രിക്കീങ്ങളായ ആളുകൾ അള്ളാഹുവിനല്ലാതെ മറ്റെന്തിനെയൊക്കെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നുണ്ടോ അതൊന്നും ലാ യഖ്ലുഖൂന, അതൊന്നും പടക്കുന്നില്ല, ശൈഅൻ, ഒന്നിനെയും, ഒരു വസ്തുവും അത് പടച്ചുണ്ടാക്കുന്നില്ല. മാത്രമല്ല വഹും, ആ ആരാധ്യ വസ്തുക്കൾ, യഖ്ലുഖൂൻ, അവ തന്നെ നിർമ്മിച്ചുണ്ടാക്കപ്പെടുകയാണ്. മനുഷ്യന്മാരുണ്ടാക്കിയിട്ട് വേണം ബിംബങ്ങൾ ഉണ്ടാവാൻ. അംവാത്തുൻ, അവ നിർജീവ വസ്തുക്കളാണ്, ജീവനില്ലാത്ത വസ്തുക്കളാണ്. ഗൈറു അഹ്യാഇൻ, ജീവനില്ലാത്തവയാണ്. വ്യക്തമായി പറയണം, അംവാത്തുൻ, അവ നിർജീവ വസ്തുക്കളാണ്, ഗൈറു അഹ്യാഇൻ, ജീവനില്ലാത്തവയാണ്. വമാ യശ്ഉറൂന, ആ ബിംബങ്ങൾക്കറിയില്ല, അയ്യാന, എപ്പോഴാണ്, യുബ്അസൂന, അവർ പുനർജന്മം നൽകപ്പെടുക എന്ന്. ആ ബിംബങ്ങളെ ആരാധിക്കുന്ന ആളുകൾ എപ്പോഴാണ് ഉയർത്തി എഴുന്നേൽപ്പിക്കപ്പെടുക എന്ന് അവക്കറിയുകയില്ല, ബിംബങ്ങൾക്കറിയില്ല. അയ്യാന യുബ്അസൂൻ, ഇവിടെ അവർ എന്ന് പറഞ്ഞാൽ അവർക്കറിയില്ല എന്ന് പറഞ്ഞാൽ ആ ബിംബങ്ങൾ ആരാധിക്കുന്ന ആളുകൾ എന്നർത്ഥം. അതായത് ഈ ബിംബാരാധകരായ ആളുകൾ എപ്പോൾ പുനർജീവിക്കപ്പെടുമെന്നതിനെക്കുറിച്ച്, എപ്പോൾ ഖബറിൽ നിന്ന് എഴുന്നേൽപ്പിക്കപ്പെടുമെന്നതിനെക്കുറിച്ച് ഈ ബിംബങ്ങൾക്ക് യാതൊരു വിവരവും ഇല്ല. അതൊക്കെ കൃത്യമായി അറിയുന്ന ആൾ അള്ളാഹുവാണ്. അംവാത്തുൻ ഗൈറു അഹ്യാ, അംവാത്ത് എന്നത് മയ്യിത്ത് എന്ന പദത്തിൻ്റെ ബഹുവചനമാണ്. അഹ്യാ എന്നത് ഹയ്യ് എന്നതിന് ബഹുവചനവുമാണ്. മയ്യിത്ത് എന്ന് പറഞ്ഞാൽ മരണപ്പെട്ടവൻ, മരണപ്പെടുന്നവൻ, ജീവനില്ലാത്തത്, നിർജീവം എന്നൊക്കെ അർത്ഥങ്ങളിൽ ഉപയോഗിക്കും. ഈ അർത്ഥങ്ങളുടെ എല്ലാം വിപരീത പദമായി വരുന്ന പദമാണ് ഹയ്യ് എന്നത്. ഈ അർത്ഥങ്ങളിലെല്ലാം പരിശുദ്ധ ഖുർആനിൽ ഇത് രണ്ടും ഉപയോഗിക്കപ്പെട്ടിട്ടും ഉണ്ട്. ഇവിടെ ഈ 21-ാം ആയത്ത് ശ്രദ്ധിക്കുക. ചില പുത്തൻവാദികളായ ആളുകൾ, ബിദ്അത്തിൻ്റെ ആളുകൾ ഇത് ദുർവ്യാഖ്യാനം ചെയ്യാറുണ്ട്. മരണപ്പെട്ടു പോയ മഹാന്മാരായ ആളുകളെ
വിളിച്ച് പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ വിഡ്ഢിത്വം തുറന്നു കാട്ടുകയാണ് ഇവിടെ എന്നാണ് ചില പുത്തനാശയക്കാർ ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചത്. അത് ശുദ്ധ സംബന്ധമാണ്. മഹാനായ ഇബ്നു ജരീർ, ഇബ്നു കസീർ റഹിമഹുമുള്ള പോലെയുള്ള മഹാന്മാരായ വ്യാഖ്യാതാക്കൾ ആരും പറയാത്ത പുതിയ ഒരു വ്യാഖ്യാനമാണ് ഇവർ നൽകിയത്. ഇത് തെറ്റാണ്. മരണപ്പെട്ടു പോയ മഹാത്മാക്കളെ അഹ്ലുസുന്നത്തുൽ ജമാഅത്തിൻ്റെ ആളുകൾ വിളിക്കുന്നത് അവരെ ആരാധിക്കലല്ല. അതെങ്ങനെയാണ് അവർ ആരാധിക്കലാകുന്നത്? അഹ്ലുസുന്നത്തുൽ ജമാഅത്തിൻ്റെ ഒരാളും അങ്ങനെ വാദിക്കുന്നില്ല. ദുആ എന്ന വാക്കിൻ്റെ അർത്ഥം ശരിയായി മനസ്സിലാക്കാൻ ശ്രമിക്കാത്തതാണ് ഈ ഒരു ദുർവ്യാഖ്യാനത്തിന് കാരണമായത്. സൂറത്തുർ റഅദ് 14-ാമത്തെ ആയത്ത് പഠിച്ചപ്പോൾ നമ്മൾ ആ വിഷയം വിശദീകരിച്ചിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലഹു ദഅവത്തുൽ ഹഖ് വല്ലദീന യദ്ഊന മിൻ ദൂനിഹി ലാ യസ്തജീബുന ലഹും ബിശൈഇൻ ഇല്ലാ കബാസിതി കഫൈഹി എന്ന് തുടങ്ങുന്ന ആയത്ത് നമ്മൾ പഠിച്ചപ്പോൾ ഈ വിഷയം പഠിച്ചിട്ടുണ്ട്. വല്ലദീന യദ്ഊന മിൻ ദൂനിഹി, ഈ ഭാഗം ശരിക്കും മനസ്സിലാക്കണം. ദുആ എന്ന വാക്കിന് ആരാധന എന്ന അർത്ഥമാണ് നമ്മളിവിടെ കൊടുത്തത്. അള്ളാഹുവിനെ കൂടാതെ അവർ ആരാധിക്കുന്ന വസ്തുക്കൾ അല്ലേ? ഈ പദം വിളിക്കുക എന്ന അർത്ഥത്തിന് ഉപയോഗിക്കാറുണ്ട്. ആരെ വിളിക്കുക, ആര് വിളിക്കുക എന്ന ഉപാധി ഒന്നുമില്ലാതെ കേവലമായൊരു വിളി, ഇത് പൊതുവെ ആരാധനയല്ല. ഉറപ്പല്ലേ? ദുആ എന്ന പദം പ്രാർത്ഥന എന്ന അർത്ഥത്തിനും ഉപയോഗിക്കാറുണ്ട്. പ്രാർത്ഥന എന്ന അർത്ഥത്തിന് അപേക്ഷ എന്നാണ് മലയാള ശബ്ദകോശങ്ങളൊക്കെ കാണുന്ന അർത്ഥം. അപേക്ഷ താരതമ്യേന ചെറിയ ആളുകൾ വലിയവരോട്, ഉദാഹരണം മക്കൾ മാതാപിതാക്കളോട്, ശിഷ്യന്മാർ ഗുരുക്കളോട്, ഭാര്യ ഭർത്താവിനോട്, ഭൃത്യൻ യജമാനനോട് ഒരു കാര്യം ആവശ്യപ്പെടുന്നതിന് ദുആ എന്ന് പറയും. അറബി സാഹിത്യ ഗ്രന്ഥങ്ങളത് കാണാം. അപ്പോൾ ചെറിയവർ വലിയവരോട് ഒരു കാര്യം ആവശ്യപ്പെടുന്നതിനാണ് സാധാരണ അപേക്ഷ എന്ന് പറയാറുള്ളത്. അപ്പോൾ ദുആ എന്ന വാക്കിന് പ്രാർത്ഥന എന്ന അർത്ഥം കൊടുത്താലും അപേക്ഷ എന്നാണ് അതിൻ്റെ ഉദ്ദേശം. അപ്പം എന്ത് മനസ്സിലായി? എല്ലാ പ്രാർത്ഥനയും, അതായത് എല്ലാ അപേക്ഷയും ഇബാദത്താണ് എന്ന് ബുദ്ധിയുള്ളവരാരും പറയില്ല. അങ്ങനെ പറഞ്ഞാൽ ശരിയാവുമോ? എങ്കിൽ മക്കൾ മാതാപിതാക്കളോട് എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ അത് അവർക്ക് ഇബാദത്ത് ചെയ്യലാണ്, ശിർക്കാണെന്ന് പറയേണ്ടി വരും. അത് ചെയ്താൽ മുശ്രിക്കാണെന്ന് പറയേണ്ടി വരും. അങ്ങനെ ആരെങ്കിലും പറയുമോ? ഇല്ലല്ലോ. അതേസമയം ഈ അപേക്ഷ ഒരാൾ നടത്തിയത് താൻ ഇലാഹ് ആണ് എന്ന് വിശ്വസിക്കുന്ന ഒന്നിനോടാണെങ്കിൽ, താൻ ആരാധ്യനാണ് എന്ന് വിശ്വസിക്കുന്ന ഒന്നിനോടാണ് ഒരാൾ ഈ അപേക്ഷ നടത്തിയതെങ്കിൽ അത് ഇബാദത്താണ്. അതാണ് വ്യത്യാസം. താൻ ഈ അപേക്ഷ ഒരാൾ നടത്തുന്നത് ഇലാഹാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളോടാണ് എങ്കിൽ അത് ഇബാദത്താണ്. ആ ഇലാഹ് സത്യമായ ഇലാഹാകട്ടെ അസത്യമായ ഇലാഹാകട്ടെ, ഇലാഹാണെന്ന് വിശ്വസിച്ച് നടത്തിയോ അത് ഇബാദത്താണ്. എന്നാൽ സത്യസന്ധമായ ഇലാഹ് ഒറ്റൊന്നേ ഉള്ളൂ, അഖില ലോക സ്രഷ്ടാവായ അള്ളാഹു മാത്രം. അവനെ മാത്രമാണ് സത്യവിശ്വാസികളായ ആളുകൾ ഇലാഹ് എന്ന് വിശ്വസിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ ഉദ്ദേശം അതാണ് അവരുടെ മുദ്രാവാക്യം. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികളായ ആളുകൾ അള്ളാഹുവിനോട് ചെയ്യുന്ന അപേക്ഷ, പ്രാർത്ഥന ഇത് മാത്രമേ ഇബാദത്താവുള്ളൂ. മഹാത്മാക്കളോട് ചെയ്യുന്ന അപേക്ഷ അവർക്ക് ചെയ്യുന്ന ഇബാദത്തല്ല. കാരണം എന്താ? ആ മഹാത്മാക്കൾ ഇലാഹുകളാണ് എന്ന് മുഅ്മിനീങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല. അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഭാഗമാണ്. മഹാത്മാക്കളോട് ചെയ്യുന്ന അപേക്ഷ അവർക്ക് ഇബാദത്തല്ല എന്ന് പറയാൻ കാരണം ആ മഹാത്മാക്കൾ ഇലാഹുകളാണ് എന്ന്, ആരാധ്യരാണ് എന്ന് മുഅ്മിനീങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല. അള്ളാഹു ഇലാഹാണെന്ന് വിശ്വസിച്ച് അള്ളാഹുവിനോട് ചോദിക്കുന്നു, അപ്പോൾ അത് ഇബാദത്താവുന്നു. ബഹുദൈവ വിശ്വാസികൾ ചെയ്യുന്നത് അങ്ങനെയല്ല. അവരുടെ നിലപാട് അങ്ങനെയല്ല. അവർ അള്ളാഹു അല്ലാത്ത പലതും ഇലാഹുകളാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ആ ഇലാഹുകളോട് അവർ ചെയ്യുന്ന അപേക്ഷ, പ്രാർത്ഥന ഇബാദത്തും ആണ്. അതുകൊണ്ടാണ് മുശ്രിക്കുകൾ അവരുടെ ഇലാഹുകളോട് ചെയ്യുന്ന ദുആഇന് ചില മുഫസ്സിറുകൾ ഇബാദത്ത് എന്നർത്ഥം കൊടുത്തത്. തഫ്സീറുൽ ജലാനിയിലൊക്കെ അത് ധാരാളം കാണാം. പിന്നെ അദ്ദുആ ഹുവൽ ഇബാദ, ദുആ ഇബാദത്ത് തന്നെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ദുആ കൊണ്ടുള്ള ഉദ്ദേശം ഇലാഹിനോടുള്ള അപേക്ഷയാണ്. താൻ ആരാധ്യനാണ് എന്ന് വിശ്വസിക്കുന്ന ആളോട് ചെയ്യുന്ന അപേക്ഷയാണ്. അല്ലാതെ ശിഷ്യൻ ഗുരുവിനോടോ ഭൃത്യൻ യജമാനനോടോ മറ്റോ ഉള്ള അപേക്ഷയല്ല. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇസ്തിഗാസയൊക്കെ ചെയ്യുന്ന അഹ്ലുസുന്നത്തുൽ ജമാഅത്തിൻ്റെ ആളുകളെ മുശ്രിക്കുകളാക്കാൻ ബിദ്അകൾ പൊതുവെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കാര്യം വ്യക്തമായി മനസ്സിലാക്കണം എന്നതിനാണ് ഇത്രയും വിശദമായി ആ കാര്യം പറഞ്ഞത്. ശരി, ഇനി നമുക്ക് 22-23 ആയത്തിലേക്ക് കടക്കാം.
വിഗ്രഹാരാധനയുടെ പൊള്ളത്തരവും ബുദ്ധിശൂന്യതയും ചൂണ്ടിക്കാട്ടിയ ശേഷം ഏകദൈവ സിദ്ധാന്തത്തെക്കുറിച്ചും ബിംബാരാധകരുടെയും ബഹുദൈവ വിശ്വാസികളുടെയും മറ്റും നിഷേധാത്മകമായ നിലപാടുകളെക്കുറിച്ചും അല്ലാഹു തആല സൂചന നൽകുകയാണ്. എന്താ പറയുന്നതെന്നറിയോ? ആരാധ്യൻ ഏകനാണ്. പക്ഷേ പരലോകം നിഷേധിക്കുന്ന ആളുകൾ, മുശ്രിക്കുകൾ ഈ യാഥാർത്ഥ്യം നിരസിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ അവർ അഹങ്കരിക്കുകയാണ്, അവർ പരിഹസിക്കുകയാണ്. അള്ളാഹുവിൻ്റെ മഹത്വപൂർണമായ വിശേഷണങ്ങളെയോ അനുഗ്രഹങ്ങളെയോ കഴിവിനെയോ കുറിച്ച് ചിന്തിക്കാനോ അതുവഴി സത്യമാർഗം സ്വീകരിക്കാനോ അവർ തയ്യാറാകുന്നില്ല. അഹങ്കാരികളായി മൂടറച്ച നിഷേധത്തിൽ കഴിയാനാണ് അവർക്ക് താല്പര്യം. ഈ അഹങ്കാരം കാരണമാണ് അവർ വിശ്വസിക്കാതിരിക്കുന്നത്. അള്ളാഹു അവരെ വെറുതെ വിടില്ല. സത്യത്തോടുള്ള അവരുടെ ഈ അവഹേളനവും അഹങ്കാര മനോഭാവവും അവരുടെ എല്ലാ രഹസ്യവും പരസ്യവും അള്ളാഹു അറിയുന്നുണ്ട്. അതിനെല്ലാം തക്ക ശിക്ഷ പരലോകത്തവൻ കൊടുക്കും. അവർ അത് ഏറ്റുവാങ്ങേണ്ടി വരികയും ചെയ്യും. നോക്കാം 22ഉം 23ഉം ആയത്തുകൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇലാഹുക്കും ഇലാഹും വാഹിദ് فالذين لا يؤمنون بالآخرة قلوبهم منكرة وهم مستكبرون لا جرم أن الله يعلم ما يسرون وما يعلنون إنه لا يحب المستكبرين. ഇലാഹുക്കും, നിങ്ങളുടെ ഇലാഹുൻ വാഹിദുൻ, ഏക ഇലാഹാണ്, ഒരൊറ്റ ഒന്നേ ഉള്ളൂ, അള്ളാഹു മാത്രം. ഫല്ലദീന, ഒരു വിഭാഗം ആളുകൾ, അപ്പോൾ ഒരു വിഭാഗം ആളുകൾ, ലാ യുഅ്മിനൂന ബിൽ ആഖിറ, പാരത്രിക ലോകം വിശ്വസിക്കുന്നില്ല, അത്തരം ആളുകൾ, പാരത്രിക ലോകത്തിൽ വിശ്വാസമില്ലാത്ത ആളുകൾ, ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ, മുൻകിറത്തുൻ, സത്യം നിഷേധിക്കുന്നവയാണ്, വഹും മുസ്തക്ബിറൂൻ, അവർ അഹങ്കാരികളുമാണ്. ലാ ജറമ, ഒരു സംശയവും ഇല്ല, അന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു, യഅലമു, അറിയുന്നുണ്ട്, മാ യുസിറൂന, അവർ രഹസ്യമാക്കുന്നത്, വമാ യുഅ്ലിനൂന, അവർ പരസ്യമാക്കുന്നതും അള്ളാഹു അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് തക്ക ശിക്ഷയും പ്രതിഫലം ലഭിക്കും. ഇന്നഹു, തീർച്ചയായും അല്ലാഹു തആല, ലാ യുഹിബ്ബു, അവൻ ഇഷ്ടപ്പെടുന്നില്ല, സ്നേഹിക്കുന്നില്ല, അൽ മുസ്തക്ബിരീൻ, അഹങ്കാരികളായ ആളുകളെ. ഇമാം റാസി റഹിമഹുല്ലാഹ് അവിടെ എഴുതുന്നുണ്ട്, പരലോകമുണ്ടെന്ന് വിശ്വസിക്കാതിരിക്കുകയും അത് തള്ളിക്കളയുകയും ചെയ്യുന്ന ആളുകൾ അള്ളാഹുവിൻ്റെ പ്രതിഫലം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരോ ശിക്ഷ ലഭിക്കും എന്ന് പേടിക്കുന്നവരോ ആകില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ആശയവുമായി യോജിക്കാത്ത ഏത് കാര്യവും അവർ കണ്ണടച്ച് നിഷേധിക്കും. മറ്റൊരാളുടെ വാക്ക് കേട്ട് സത്യം മനസ്സിലാക്കാനോ തിരിച്ചു വരാനോ അവരുടെ കിബിർ സമ്മതിക്കുകയും അഹങ്കാരം സമ്മതിക്കുകയും ഇല്ല. അതുകൊണ്ട് അവരുടെ ആ അജ്ഞതയിലും ദുർമാർഗത്തിലും അടിയുറച്ചു തന്നെ അവർ മുന്നോട്ട് പോവുകയും ചെയ്യും. ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്തക്ബിരീൻ, അല്ലാഹു തആലാക്ക് മുതകബ്ബിരീങ്ങളെ അല്ലെങ്കിൽ മുസ്തക്ബിരീങ്ങളെ, കിബർ, അഹങ്കാരം നടിക്കുന്ന ആളുകളെ ഇഷ്ടമല്ല. നമ്മൾ സൂക്ഷിക്കണം, കിബർ വരുന്നത് സൂക്ഷിക്കണം. ഇത് അറിയാതെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് വരുന്ന, ഉറുമ്പരിക്കുന്നത് പോലെ മനസ്സിലേക്ക് കയറി വരുന്നൊരു രോഗമാണിത്, കിബർ. അമ്രാദുൽ ഖൽബിൽപ്പെട്ട, ഹൃദയങ്ങളുടെ മാനസിക രോഗങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട രോഗമാണിത്. അള്ളാഹു തആല കാക്കട്ടെ, ആമീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരണുത്തൂക്കം, ഹൃദയത്തിൽ ഒരണുത്തൂക്കം അഹംഭാവമുള്ള ആൾ, കിബറുള്ള ആൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഹൃദയത്തിൽ അണുത്തൂക്കം സത്യവിശ്വാസമുള്ള അയാൾ നരകത്തിലും കടക്കുകയില്ല. ഈ ഹദീസ് പറഞ്ഞപ്പോൾ സദസ്സിലുള്ള ഒരാൾ ചോദിച്ചത്, റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കിബർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരാൾ നല്ല വസ്ത്രം ധരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, നല്ല ചെരുപ്പ് ധരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഇതൊക്കെ കിബറാകുമോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു തആല ജമീലാണ്, സുന്ദരനാണ്, അവന് സൗന്ദര്യം ഇഷ്ടപ്പെടുന്ന ആളാണ് എന്ന് പറഞ്ഞാൽ അത് കിബറാകില്ല. ഓരോരുത്തർക്ക് അള്ളാഹു കൊടുത്ത നിഅമത്ത് പ്രകടമാക്കുന്നതിന് കുഴപ്പമില്ല, കിബർ വരാതിരുന്നാൽ മതി, അഹങ്കാരം വരാതിരുന്നാൽ മതി എന്നർത്ഥം. അഹംഭാവം എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യത്തെ ധിക്കരിക്കുക, മനുഷ്യരോട് അവഗണന കാണിക്കുക. ഇതാണ് കിബറിൻ്റെ ഡെഫിനിഷൻ എന്ന് വേറെ ചില ഹദീസുകളിൽ കാണാം. യാഥാർത്ഥ്യം അംഗീകരിക്കാതിരിക്കുക, എന്ത് പറഞ്ഞാലും ഒരു കിബർ കാണിക്കുക. മനുഷ്യന്മാരൊക്കെ പൗരന്മാരെ രണ്ടാം കിടക്കാരായി പരിഗണിക്കാതെ അവരൊക്കെ തള്ളിക്കളയുന്ന ഒരു രീതി, ഞാൻ മാത്രം ഉഷാർ, ഇതാണ് കിബർ. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. 24ഉം 25ഉം ആയത്തുകളിലേക്ക് കടക്കാം. ഇനി പറയുന്നത്, മക്കയുടെ പ്രവേശന കവാടങ്ങളിൽ മുശ്രിക്കീങ്ങളായ ആളുകൾ സംഘം ചേർന്നിരിക്കുമായിരുന്നത്രേ. എന്തിനാണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ ഉദ്ദേശിച്ച് വരുന്ന ആളുകളെ പിന്തിരിപ്പിക്കാൻ, അവിടെ പോകണ്ട എന്ന് പറയാൻ. വലീദ് ബിൻ ഉഖ്ബത്തിൻ്റെയും മറ്റുമൊക്കെ നേതൃത്വത്തിൽ പല ആളുകളും ഇങ്ങനെ ഓരോ ഏരിയ
വീതം വെച്ച് പിന്നെ ഓരോ ഏരിയയിൽ പോയിരുന്നിരുന്നു എന്നാണ്. ഇതേപോലെ വേറെയും മറ്റു പ്രചാര വേലകളും അവർ നടത്തിയിരുന്നു. അത് വേറെ വിഷയം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടുത്തേക്ക് ആളുകൾ പോകാതിരിക്കാൻ പരമാവധി പല പ്രചാര വേലകളും അവർ നടത്തിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവാചകത്വത്തിന് മുമ്പ് തന്നെ, നിയോഗത്തിന് മുമ്പ് തന്നെ അറേബ്യൻ ഉപദ്വീപിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഹജ്ജിൻ്റെ സമയമായാൽ മക്കയിലേക്ക് ആളുകൾ ഹജ്ജിന് വരും. പരിശുദ്ധ ഇസ്ലാം വന്നതോടെ ഇങ്ങനെ ഹജ്ജ് സീസൺ വന്നെത്തുന്ന പുറം നാട്ടുകാരായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പറ്റി അറിയാനും മനസ്സിലാക്കാനും വേണ്ടി മക്കക്കാരായ ആളുകളോട് അന്വേഷിക്കും. അവർ നാട്ടുകാരാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാട്ടുകാരായ മക്കക്കാരോട്, ബന്ധുക്കളായ ആളുകളോട് അവിടത്തെക്കുറിച്ച് അന്വേഷിക്കും. ആ അന്വേഷിക്കുന്ന സമയത്ത് അവർ എന്ത് മറുപടിയാണ് നൽകിയിരുന്നത്, അതാണ് ഇനി അടുത്ത ആയത്തിൽ പറയുന്നത്. സ്വാഭാവികമായും പുറമെ നിന്ന് വരുന്ന ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് അന്വേഷിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധ ഖുർആനെക്കുറിച്ച് അന്വേഷിക്കും. ഈ ഖുർആനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഈ ആളുകൾ പറയുമത്രേ, അതൊക്കെ വെറും നുണയാണ്, അത് പൂർവികന്മാരുടെ കെട്ടുകഥകളാണ്. ഇതത്ര മറുപടി കൊടുക്കുക. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യാജനാണ്, ചതിയനാണ്, സാഹിറാണ്, ആഭിചാരം നടത്തുന്ന ആളാണ്, ഭ്രാന്തനാണ്, ഇങ്ങനെയൊക്കെ പറയും. അവൻ ഓതിക്കൊണ്ടിരിക്കുന്ന ഖുർആൻ പൂർവികരുടെ കെട്ടുകഥകളാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവരെ പിന്തിരിപ്പിക്കും. നല്ലൊരു മറുപടി കൊടുക്കാൻ പോലും അവർ തയ്യാറല്ല. നഊദുബില്ല. ഇങ്ങനെ ആളുകളെ വഴിതെറ്റിക്കുന്ന ഒരു സ്വഭാവം. ഇപ്പം എന്താ അതിൻ്റെ ഫലം? ഈ വഴിതെറ്റിക്കപ്പെടുന്ന അന്വേഷകന്മാരായ ആളുകളുടെ പാപഭാരവും സ്വന്തം ബഹുദൈവ വിശ്വാസത്തിൻ്റെ പാപഭാരവും ഇവർ പേറേണ്ടി വരും. ഇതായിരിക്കും ഇതിൻ്റെ ഈ നിഷേധാത്മക നിലപാടിൻ്റെ ഭവിഷ്യൽഫലം. അതാണ് സ്വന്തം കുറ്റവും സഹിക്കണം, പേറണം. ഇവർ വഴിതെറ്റിക്കുന്ന ആളുകളുടെ പാപഭാരവും ഇവർ പേറേണ്ടി വരും. സ്വന്തം പാപഭാരം ഖിയാമത്ത് നാളിൽ പൂർണ്ണമായും ഇവർ വഹിക്കേണ്ടി വരും. എന്നതിന് പുറമെ ഇവർ പിഴപ്പിച്ച ആളുകളുടെ പാപഭാരം കൂടി ഇവർ പേറേണ്ടി വരും. അള്ളാഹു അവതരിപ്പിക്കുന്ന ഖുർആനെ പറ്റി പുരാണങ്ങളാണെന്നും ജാരവിദ്യകളാണെന്നും ഭ്രാന്തനാണെന്നൊക്കെ പറഞ്ഞ് ആളുകളെ പഴപ്പിക്കാൻ ഇവർ ചെയ്യുന്നത്. ഈ ദുരുപദേശം കേട്ടാണ് ആളുകൾ വഴിതെറ്റിപ്പോകുന്നത്. അപ്പോൾ പിന്നെ അതിൻ്റെ ഫലം, പാപഭാരം അവർ തന്നെ വഹിക്കണ്ടേ? ഇതൊക്കെ എന്തൊരു ഗുരുതരമായ അവസ്ഥയാണ്. 24-25 നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദാ ഖീല ലഹും മാദാ അൻസല റബ്ബുക്കും ഖാലൂ അസാതീറുൽ അവ്വലീൻ ലിയഹ്മിലൂ ഔസാറഹും കാമിലതൻ യൗമൽ ഖിയാമത്തി വമിൻ ഔസാരിൽ ലദീന യുضല്ലൂനഹും ബിഗൈരി ഇൽം അലാ സാഅ മാ യസിറൂൻ. വഇദാ ഖീല ലഹും, ആ മുശ്രിക്കുകളോട് ചോദിക്കപ്പെട്ടാൽ, നന്നായി പുറമെ നിന്നിരുന്ന ആളുകളൊക്കെ ഇങ്ങനെ ചോദിച്ചാൽ, എന്ത് ചോദിച്ചാൽ? മാദാ അൻസല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് എന്താണ് അവതരിപ്പിക്കുന്നത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് റബ്ബ് അവതരിപ്പിച്ച് കൊടുക്കുന്നു എന്ന് പറഞ്ഞത് എന്താണെന്ന് അവരോട് ചോദിച്ചാൽ, ഖാലു, അവർ മറുപടി പറയും, അസാതീറുൽ അവ്വലീൻ, പൂർവികന്മാരുടെ കെട്ടുകഥകളാണവ. അസാതീർ എന്ന് പറഞ്ഞാൽ കെട്ടുകഥകൾ, അൽ അവ്വലീൻ പൂർവികന്മാരായ ആളുകളെ കെട്ടുകഥകളാണ്, പുരാണങ്ങളാണ് എന്ന് പറയും. എന്നിട്ട് എന്താ അതിൻ്റെ ഫലം? ലിയഹ്മിലു ഔസാറഹും കാമിലതൻ യൗമൽ ഖിയാമ. ലിയഹ്മിലു, അവർ വഹിക്കാൻ വേണ്ടി, ഔസാറഹും അവരുടെ തെറ്റുകുറ്റങ്ങളുടെ പാപഭാരം, കാമിലത്തൻ പൂർണ്ണമായും, യൗമൽ ഖിയാമ ഖിയാമത്ത് നാളിൽ. അതേപോലെ പിന്നെ ആരുടെയും, ഒമിൻ ഔസാരി അല്ലദീന യുളില്ലൂനഹും ബിഗൈരി ഇൽം, ഒമിൻ ഔസാരി പാപഭാരങ്ങളും, അല്ലദീന ഒരു കൂട്ടം ആളുകളുടെ പാപഭാരങ്ങളും, യുളില്ലൂനഹും അവർ ആ കൂട്ടരെ വഴിതെറ്റിക്കുന്നു, ബിഗൈരി ഇൽമിൻ ഒന്നും അറിയാതെ, അജ്ഞത മൂലം. അപ്പോൾ സ്വന്തം പാപഭാരങ്ങൾ പൂർണ്ണമായും, അജ്ഞത മൂലം തങ്ങൾ വഴിവെപ്പിച്ച ആളുകളുടെ പാപഭാരം ഭാഗികമായും ഖിയാമത്ത് നാളിൽ അവർ വഹിക്കുക എന്നതാവും ഇതിൻ്റെ പരിണതി. അവർ ഈ ചെയ്യുന്നതിൻ്റെ, ഖുർആനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ അസാത്തിറുൽ അവ്വലീൻ ആണ് എന്ന് പറഞ്ഞ് തള്ളുന്ന ആ ഒരു പ്രവൃത്തിയുടെ പരിണതി, അതിൻ്റെ ഭവിഷ്യൽ ഫലം എന്തായിരിക്കും? ഖിയാമത്ത് നാളിൽ അവരുടെ തെറ്റുകുറ്റങ്ങൾ, ആ ഭാരം പൂർണ്ണമായി അവർ വഹിക്കേണ്ടി വരും. ഈ വഴിപിഴപ്പിച്ചു വിടുന്ന ആളുകളുടെ പാപഭാരത്തിൻ്റെ പങ്കുകൂടെ അവർ വഹിക്കേണ്ടി വരും. അലാ സാഅ മാ യസിറൂൻ, അലാ അറിയുക, സാഅ മാ യസിറൂൻ അവർ വഹിക്കുന്ന ഭാരം മഹാ ചീത്ത തന്നെ. സാഅ വളരെ മോശമായിട്ടുണ്ട്, മാ യസിറൂൻ അവർ വഹിക്കുന്ന ആ പാപഭാരം. സ്വയം പിഴച്ചു പോയതിൻ്റെയും വ്യാജം ചമച്ചതിൻ്റെയും മറ്റുള്ളവരെ പഴപ്പിക്കാൻ ശ്രമിച്ചതിൻ്റെയും കുറ്റങ്ങൾക്ക് പുറമെ ആ വഴി പിഴച്ചവർ ചെയ്യുന്ന കുറ്റങ്ങൾക്കൊക്കെ കാരണക്കാരായതിൻ്റെ പേരിലും ഇവർ ശിക്ഷാർഹരായി തീരും എന്നർത്ഥം. സൂറത്ത് അൻകബൂത്ത് 13 ഈ വിഷയം പറയുന്നുണ്ട്. നല്ല വഴിയിലേക്ക് ക്ഷണിക്കുന്ന ആൾക്ക് ആ വഴിയിൽ അവനെ പിൻപറ്റിയ ആളുകളുടെ പ്രതിഫലം ഒരു കുറവും വരാതെ ലഭിക്കും. അതേപോലെ ദുർമാർഗത്തിലേക്ക് ക്ഷണിക്കുന്ന ആൾക്ക് ആ ദുർമാർഗം
പിൻപറ്റിയ ആളുകൾക്ക് കിട്ടുന്ന കുറ്റങ്ങൾ ഒരു കുറവും വരാതെ കിട്ടുകയും ചെയ്യും. ഒരു ഹദീസിലും ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാവരും ശ്രദ്ധിക്കുക. ഇതെല്ലാവർക്കും താക്കീതാണ്. വേണ്ടാത്ത വഴികളിലേക്ക്, പുത്തനാശയങ്ങളിലേക്ക് ആളുകളെ നയിക്കുന്ന, അതിന് പ്രേരിപ്പിക്കുന്ന എല്ലാ ആളുകൾക്കും ബാധകമാണ് ഈ താക്കീത്. വെറുതെ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് വഴിതെറ്റിക്കുകയാണ് ഇത്തരം ആളുകൾ ചെയ്യുന്നത്. അത്തരം ആളുകൾക്ക് സ്വന്തം പാപഭാരം മാത്രമല്ല, ആ വഴിതെറ്റിക്കപ്പെടുന്ന ആളുകളുടെ പാപഭാരം കൂടി വഹിക്കേണ്ടി വരുമെന്ന് അല്ലാഹു തആല പറഞ്ഞത് വളരെ പ്രസക്തമാണ്. 26-ാമത്തെ ആയത്ത് നോക്കാം. പൂർവികന്മാരായ സത്യനിഷേധികൾ അവരവരുടെ പ്രവാചകന്മാർക്കെതിരെ ഗൂഢാലോചനകൾ നടത്തിയതും ആ ഗൂഢാലോചനകളെല്ലാം അല്ലാഹു തആല തകർത്തു കളഞ്ഞ കാര്യവും പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമാധാനിപ്പിക്കുകയാണ്. ഇനി തിരുനബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾ മാത്രമല്ല പൂർവ്വകാല പ്രവാചകന്മാരെല്ലാം ശത്രുക്കളിൽ നിന്ന് നിരവധി മർദ്ദനങ്ങളും പീഡനങ്ങളും ഏൽക്കേണ്ടി വന്ന ആളുകളാണ്. സത്യമാർഗത്തിൻ്റെ മുമ്പിൽ വിലങ്ങ് തീർക്കാൻ അവർ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. വലിയ കുതന്ത്രങ്ങളും ഗൂഢാലോചനകളും ആവിഷ്കരിച്ചിട്ടുണ്ട്. അതെല്ലാം അല്ലാഹു തആല തകർത്ത് കളയുകയാണ് ചെയ്തത്. അതുപോലെ താങ്കൾക്കെതിരെയുള്ള ഗൂഢതന്ത്രങ്ങളും ചതിപ്രയോഗങ്ങളും എല്ലാം അല്ലാഹു തആല തകർക്കുക തന്നെ ചെയ്യും. അങ്ങ് വിഷമിക്കേണ്ട, പരിഭവിക്കേണ്ടതില്ല. മുൻകാല നിഷേധികളുടെ ഗൂഢാലോചനകളും തന്ത്രങ്ങളും വലിയ കെട്ടിടങ്ങളോടാണ് അല്ലാഹു തആല ഉപമിച്ചത്. അത്രയും വലിയ തന്ത്രങ്ങളാണ് അവർ മെനഞ്ഞത്. വലിയ കെട്ടിടങ്ങളെ പോലെയുള്ള ഗൂഢാലോചനകൾ. ആ കെട്ടിടങ്ങളിൽ, ആ തന്ത്രസൗധങ്ങളിൽ അവർ സുരക്ഷിതരാണ് എന്നാണ് അവരുടെ വ്യാമോഹം. പക്ഷേ അല്ലാഹു തആല ആ തന്ത്രങ്ങളെല്ലാം വേരോടെ പിഴുതെറിയുകയാണ് ചെയ്തത്. അങ്ങനെ ആ തന്ത്രങ്ങളുടെ സൗധങ്ങളെല്ലാം അവരുടെ തലക്കു മുകളിൽ തന്നെ വന്നു വീണ് അവരെല്ലാവരും നശിച്ചു പോയി. അവരുടെ ഹീനമായ ചെയ്തികളും ഗൂഢാലോചനകളും ഒരു കെട്ടിടത്തോട് ഉപമിച്ചിട്ട് ആ കെട്ടിടം തകർന്നു വീണ് അവർ തന്നെ സ്വയം നശിച്ചു എന്ന് പറഞ്ഞാൽ സ്വയം ശവക്കുഴി അവർ തന്നെ തോണ്ടി എന്നർത്ഥം. അവർ പണിതുണ്ടാക്കിയ ഈ തന്ത്രങ്ങളുടെ സൗധങ്ങൾ, കെട്ടിടങ്ങൾ സ്വന്തം ശവക്കുഴി തോണ്ടുമെന്ന്, അതായത് തങ്ങൾ കുഴിച്ച കുഴിയിൽ തങ്ങൾ തന്നെ വീണ് നശിക്കുമെന്ന് ഒരിക്കലും അവർ കരുതിയിരുന്നില്ല. ഓർക്കപ്പുറത്താണ് ആ വിഷയം സംഭവിച്ചത്. അതേപോലെ അങ്ങയെ എതിർക്കുന്ന ആളുകളെയും അല്ലാഹു തആല കൈകാര്യം ചെയ്തുകൊള്ളും. 26-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قد مكر الذين من قبلهم فأتى الله بنيانهم من القواعد فخر عليهم السقف من فوقهم وأتاهم العذاب من حيث لا يشعرون. قد مكر الذين من قبلهم. അവരുടെ പൂർവികരും കുതന്ത്ര പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട്. ഖദ് മക്കറ, കുതന്ത്രങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ട്. അല്ലദീന മിൻ ഖബ്ലിഹിം, ഈ മക്ക മുശ്രിക്കുകളുടെ മുമ്പുണ്ടായിരുന്ന പല ആളുകളും. എന്നിട്ട് എന്താ സംഭവിച്ചത്? ഫഅതല്ലാഹു ബുന്യാനഹും, അല്ലാഹു തആല അവർ പണിതുയർത്തിയ ആ കുതന്ത്ര സൗധങ്ങളുടെ അടുത്തേക്ക് ചെന്നു. മിനൽ ഖവാഇദി, അതിൻ്റെ അസ്ഥിവാരം തന്നെ അല്ലാഹു തആല രക്ഷീകരിച്ചു. അവരുടെ തന്ത്രസൗധങ്ങളുടെ അടിത്തറ തന്നെ അല്ലാഹു തആല പുഴക്കിക്കളഞ്ഞു എന്നർത്ഥം. അതാണ് ഫഅതല്ലാഹു ബുന്യാനഹും മിനൽ ഖവാഇദി. അത്താന്ന് പറഞ്ഞ ശരിക്കും ചെന്നു എന്നാണ് അർത്ഥം. അള്ളാഹു അവരുടെ കെട്ടിടങ്ങളടുത്തേക്ക് ചെന്നു. മിനൽ ഖവാഇദി, അസ്ഥിവാരത്തിലൂടെ ചെന്നു എന്ന് പറഞ്ഞാൽ അവർ ഉണ്ടാക്കിയ ആ ഗൂഢാലോചനകളുടെ മഹാകെട്ടിടങ്ങൾ, ആ കെട്ടിടങ്ങളുടെ കുതന്ത്ര സൗധങ്ങളുടെ അസ്ഥിവാരം തന്നെ അല്ലാഹു തആല രക്ഷീകരിച്ചു. അതങ്ങോട്ട് ചെന്നിട്ട് ആ അടിത്തറ തന്നെയാണ് പിഴുതെറിഞ്ഞു കളഞ്ഞു എന്നർത്ഥം. അവരുടെ കുതന്ത്ര സൗധങ്ങളുടെ അടിത്തറ തന്നെ അല്ലാഹു തആല പുഴക്കിക്കളഞ്ഞു. അതാണ് ഉദ്ദേശം കേട്ടോ. ഖവാഇദ് എന്ന് പറഞ്ഞാൽ അടിത്തറ, അസ്ഥിവാരം. അപ്പോൾ അസ്ഥിവാരം തന്നെയാണ് പുഴക്കിക്കളഞ്ഞപ്പോൾ, ആ അസ്ഥിവാരം തന്നെ അല്ലാഹു തആല രക്ഷീകരിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? ഫഖറ അലൈഹിം, അവരുടെ മീതെ വീണു അസ്സഖഫു, അതിൻ്റെ മേൽക്കൂര. ആ കുതന്ത്ര സൗധങ്ങളുടെ സഖഫ്, മേൽക്കൂര. ഖറ എന്ന് പറഞ്ഞാൽ വീണു. ഫഖറ അലൈഹിം അസ്സഖഫ്, അതിൻ്റെ മേൽക്കൂര അവരുടെ മീതെ തന്നെ വീഴുകയുണ്ടായി. എന്നാൽ താൻ കുഴിച്ച കുഴിയിൽ താൻ വീണു എന്നർത്ഥം. മിൻ ഫൗഖിഹിം, അവരുടെ മുകളിൽ നിന്ന്. ഫഖറ അലൈഹിം അസ്സഖഫ് മിൻ ഫൗഖിഹിം, അതിൻ്റെ മേൽക്കൂര അവരുടെ മീതെ, അവരുടെ മുകളിലൂടെ വീഴുകയുണ്ടായി. വഅതാഹുമുൽ അദാബു, അവർക്ക് ശിക്ഷ വന്നത് മിൻ ഹൈസു ലാ യശ്ഉറൂൻ, ഓർക്കാപ്പുറത്താണ്. അവരിതൊന്നും കരുതിയിട്ടില്ല അങ്ങനെയൊന്നും സംഭവിക്കുമെന്ന്. അതാണ് മിൻ ഹൈസു ലാ യശ്ഉറൂൻ, ഓർക്കാതിരിക്കുന്ന, അറിയാത്ത വിധത്തിലൂടെയാണെന്ന് പറഞ്ഞാൽ ഓർക്കാപ്പുറത്താണ് അവർക്ക് ശിക്ഷ വന്നത്. ഇവിടെ ഈ ആയത്ത് ശ്രദ്ധിക്കുക. ഇസ്തിആറ തംസീലിയ എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട് അറബി സാഹിത്യത്തിൽ. അതായത് ഒരു മികച്ച ഒരു ഉപമാ ശൈലിയാണ്. അറബി സാഹിത്യത്തിലെ വളരെ മികച്ചതായി കരുതപ്പെടുന്ന ഒരു ഉപമാ ശൈലി ആണ് ഈ ആയത്തിൽ അല്ലാഹു തആല പ്രയോഗിച്ചത്. അത് ഇസ്തിആറ തംസീലിയ.
ഒരു ഉദാഹരണം പറഞ്ഞിട്ട് ഒരു കെട്ടിടത്തോട് ഉപമിച്ചിരിക്കുകയാണല്ലോ അവരെ ഈ ഒരു കുതന്ത്രങ്ങളെ ചെയ്തത്. അതൊരു ഉപമയാണ്. അതായത് സ്വയം കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴും. നമ്മൾ തന്നെ പറയാറുണ്ടല്ലോ അങ്ങനെ അല്ലേ. അതിന് അല്ലാഹു തആല ഉപയോഗിച്ചതാണ് ഇവിടെ ഈ ഒരു ഇസ്തിആറ, ഈ ഒരു ഉദാഹരണം. ഈ ഒരു വിഷയം എപ്പോഴും എല്ലാവരും കരുതിയിരിക്കേണ്ട കാര്യമാണ്. ചതിപ്രയോഗങ്ങളിലൂടെ തൽക്കാലം കാര്യങ്ങൾ നടന്നേക്കാം, പക്ഷേ പിന്നീട് കുടുങ്ങും. പരലോകത്തിൽ ലഭിക്കാനിരിക്കുന്ന കടുത്ത ശിക്ഷയും അപമാനവും വേറെയുണ്ടാവും. വഞ്ചകന്മാരായ ആളുകളെ അവരുടെ വഞ്ചനയുടെ തോതനുസരിച്ച് പ്രത്യേകം കൊടികൾ നാട്ടി ഇത് ഇന്നയാളുടെ മകൻ ഇന്നയാളുടെ ചതിപ്രയോഗമാണ് എന്ന് ആളുകൾക്കിടയിൽ വിളിച്ചു പറയപ്പെടുമെന്ന് ഹദീസിലുണ്ട്. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ അത്തരം ശീലം, ചതിപ്രയോഗങ്ങളും വഞ്ചനകളും നടത്തുന്ന ശീലം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കാരണം കാര്യങ്ങൾ തൽക്കാലം ഇങ്ങനെ നടന്നു കിട്ടിയാലും പിന്നീട് കുടുങ്ങുമെന്നുള്ളൊരു ഉറപ്പാണ്. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. ദുആ ചെയ്ത് പിരിയാം ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അല്ലാഹു ഞങ്ങൾ പറഞ്ഞതും കേട്ടതും സാലിഹായ അമലായി ഖബൂൽ ചെയ്യാൻ അല്ലാഹ്. ആഖിറത്തിലേക്ക് വരവ് വെക്കണ തമ്പുരാനെ. പരിശുദ്ധ ഖുർആൻ പഠിച്ച് അതനുസരിച്ച് പ്രവർത്തിച്ച് ജീവിക്കാൻ തൗഫീഖ് നൽകണ തമ്പുരാനെ. ഞങ്ങൾ ദുആ ചെയ്യാൻ കടപ്പെട്ട ഒരുപാട് ആളുകൾ വസിയത്ത് ചെയ്ത മാതാപിതാക്കൾ, ഉസ്താദുമാർ, പണ്ഡിതന്മാർ, ക്ലാസ് കേൾക്കുന്നവർ, റെഫർ ചെയ്യുന്നവർ എല്ലാവർക്കും നീ ഖൈറും സലാമത്തും നൽകണ തമ്പുരാനെ. രോഗികൾക്ക് ശിഫ നൽകണേ അല്ലാഹ്. ആഫിയത്തും ദീർഘായുസ്സും നൽകണേ തമ്പുരാനെ. എല്ലാവിധ ആപത്തും മുസീബത്ത് പ്രയാസങ്ങളും കാക്കാൻ റഹ്മാനെ. ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل اللهم فينا ولا منا ولا معنا شقيا ولا مطردا ولا محروما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلق سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين الحمد لله رب العالمين. ونقول دعاء ചെയ്യണം. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.